ശില്പി ദൊരയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓം അസ്യ ശ്രീ അംഗാരക മഹാമന്ത്രസ്യ ഗൗതമ ഋഷിഃ അനുഷ്ഠൂപ ഛന്ദഃ അംഗാരകോ ദേവതാ മമ ऋणविमोचनार्थे अङ्गारक मन्त्रजपे विनियोगः ध्यानं रक्तमाल्याम्बरधरः शूलशक्तिगदाधरः पुत्रश्च ऋणहर्ता धनप्रदः स्थिरासनो महाकायो सर्वकामफलप्रदः लोहितो लोहिताक्षश्च सामगानां कृपाकरः धरात्मजः कुजो भौमो भूमिदो भूमिनन्दनः अङ्गारको यमश्चैव सर्वरोगापहारकः सृष्टैः कर्ता च हर्ता च सर्वदेशैश्च पूजितः एतानि कुञ्जनामानि नित्यं यः प्रयतः पठेत ऋणं न जायते तस्य श्रियं प्राप्नोत्यसंशयः ॐ ऋणमोचन अङ्गारकस्तोत्रम् सम्पूर्णम् ॐ अस्य श्री अङ्गारक महामन्त्रस्य गौतम ऋषिः अनुष्ठूप छन्दः अङ्गारको देवता मम ऋणविमोचनार्थे अङ्गारक मन्त्रजपे विनियोगः ध्यानम् पूजितः एतानि कुञ्जनामानि नित्यं यः प्रयतः पठेत ऋणं न जायते तस्य श्रियं प्राप्नोत्यसंशयः ॐ ऋणमोचन अङ्गारकस्तोत्रम् सम्पूर्णम् ॐ अस्य श्री अङ्गारक महामन्त्रस्य गौतम ऋषिः अनुष्ठूप छन्दः अङ्गारको देवता मम ऋणविमोचनार्थे अङ्गारक मन्त्रजपे विनियोगः ध्यानं
रक्तमाल्याम्बरधरः शूलशक्तिगदाधरः चतुर्भुजो मेषगतो वरदश्च धरासुतः मङ्गलो भूमिपुत्रश्च ऋणहर्ता धनप्रदः स्थिरासनो महाकायो सर्वकामफलप्रदः लोहितो लोहिताक्षश्च सामगानां कृपाकरः धरात्मजः कुजो भौमो भूमिदो भूमिनन्दनः अङ्गारको यमश्चैव सर्वरोगापहारकः सृष्टैः कर्ता च अङ्गारको देवता मम ऋणविमोचनार्थे अङ्गारकमन्त्रजपे विनियोगः ध्यानं रक्तमाल्याम्बरधरः शूलशक्तिगदाधरः चतुर्भुजो मेषगतो वरदश्च धरासुतः मङ्गलो भूमिपुत्रश्च ऋणहर्ता धनप्रदः स्थिरासनो महाकायो सर्वकामफलप्रदः लोहितो लोहिताक्षश्च सामगानां कृपाकरः पठेत ऋणं न जायते तस्य श्रियं प्राप्नोत्यसंशयः ॐ ऋणमोचन अङ्गारकस्तोत्रं सम्पूर्णम् ॐ अस्य श्री अङ्गारकमहामन्त्रस्य गौतम ऋषिः अनुष्ठुपछन्दः अङ्गारको देवता मम ऋणविमोचनार्थे
എന്ന പദ്ധതി നടപ്പാക്കുന്ന സമയത്തും എല്ലാം തന്നെ ഒരു താങ്ങായി താഴായി ചിന്മയ മിഷൻ എന്റെ വാർഡിലെ ഓരോ ജനങ്ങൾക്കും പ്രയോജനം കിട്ടിയെന്ന് വളരെ ആശ്വാസകരമായ കാര്യമാണ്. വളരെ ചിട്ടയോടും പങ്കോടും കൂടി തന്നെ നമുക്ക് ആവശ്യ സാധനങ്ങൾ എത്തിച്ചു തരുന്നതിൽ എനിക്ക് ഏറ്റവും പ്രയോജനം ചെയ്ത ഒരു കാര്യമായിരുന്നു ഒരു ലോഡ് വെള്ളം അശ്വസാധനത്തിന് പരിശോധിച്ചു എന്താണ് ഏറ്റവും അത്യാവശ്യമുള്ളത്. ഞാൻ പറഞ്ഞു വെള്ളത്തിന് ഏറ്റവും ബുദ്ധിമുട്ടാണ്. കിണറിന് വെള്ളം ഒരു ശകലം പോലും ഉപയോഗിക്കാൻ പറ്റാതെ ജനങ്ങൾ കിടന്ന് വിഷമിക്കുന്ന ഒരവസ്ഥയാണ്. ഒരു ലോഡ് വെള്ളം നമ്മുടെ നാടുകളിലേക്ക് എത്തിയപ്പോഴത്തേക്ക് നടക്കാതെ ഓട്ടമാണ് അതിന് പുറകെ പാനി നടക്കുന്ന ആൾക്കാർക്ക് മാത്രമായ അന്ന് കൂടുതൽ സാധനങ്ങളൊക്കെ കിട്ടിയിരുന്നത്. എന്നാൽ ചിന്മയുടെ പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയോടുകൂടി ചെയ്തുകൊണ്ട് എല്ലാവർക്കും നമുക്ക് ആ സമയത്ത് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷമാണെങ്കിലും വെള്ളപ്പൊക്കത്തിന്റെ വീടുകളെല്ലാം നശിച്ചു. നമ്മുടെ സഭയൊക്കെ നടത്തിയെങ്കിൽ പോലും എന്റെ വാദിനെ എനിക്ക് പറയുമ്പോൾ എന്റെ ഒരു കുടുംബം അത് ജനകീയാസൂത്രണത്തിലെ ചെറിയ ആനുകൂല്യം പറ്റി എന്നുള്ള കാരണത്തിൽ മുഴുവൻ വീട് തകർന്നിട്ടും അവർക്കൊരു സഹായം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പകച്ചു നിർത്തുന്ന സമയത്താണ് സാറ ഇങ്ങനെ കുറിച്ച് പറയുന്നു, ചിന്മയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒരു പദ്ധതിയുണ്ട്, ആ രീതിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. സാർ ഇങ്ങനെയുണ്ട്, ഒരു 5 പൈസ പോലും കിട്ടാത്ത ഒരു കുടുംബമുണ്ട്, അവർക്ക് എന്തെങ്കിലും ചെയ്യുന്നത് നന്നായിരിക്കും. തീർച്ചയായിട്ടും ഒന്നാം ഘട്ടത്തിൽ തന്നെ കഴിഞ്ഞ ഒരു ദിവസമായി തോന്നുന്നു അവർക്ക് നമ്മൾ 4 വീടുകൾ കൊടുത്ത കൂട്ടത്തില് സാറിന് അവർക്ക് ഒരു വീട് കൊടുക്കാൻ സന്തോഷപൂർവ്വം ആ കുടുംബം അവിടെ കഴിഞ്ഞു. സ്വാമിക്കൊക്കെ വന്നിരുന്നു. വളരെ നല്ല രീതിയിൽ ഇന്ന് കോവിഡ് കാരണം നമുക്ക് വളരെ ചുരുങ്ങിയ രീതിയിലാണ് ഈ ഫംഗ്ഷൻ നടത്താൻ സാധിച്ചത്. എന്നാൽ അന്ന് വളരെ വിപുലമായ രീതിയിൽ തന്നെ ഒരു വീട്ടില് എങ്ങനെ സമാധാനപരമായി നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ അത്രയും ഭംഗിയായിട്ട് കൂടിയായിട്ടാണ് പ്രാർത്ഥനയോട് കൂടിയാണെങ്കിലും ആ വീടുകളിൽ നമുക്ക് ആ ഫംഗ്ഷൻ അവരെ വളരെ സ്വന്തമായ ഒരു അന്വേഷണം ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിച്ചു എന്ന് പറയുകയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഈ 4 വീടുകളുടെ സന്നദ്ധാനം നടത്തുന്നതാണെങ്കിൽ നമ്മുടെ അടുത്ത എന്റെ വാർഡ് അല്ലെങ്കിൽ പോലും നമ്മുടെ അടുത്ത ആളാണ്, ഏറ്റവും അത്രയുള്ള ആൾക്കാരാണ്. അവർക്ക് ഈ സഹായം കിട്ടിയതിന് ഏറ്റവും അധികം സന്തോഷമുണ്ട്. ഈ പ്രവർത്തനങ്ങളിലൂടെ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവരും വിദ്യാഭ്യാസവും സാംസ്കാരികവുമായ കാര്യങ്ങൾ മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ചാരിറ്റബിളായിട്ടുള്ള കാര്യങ്ങൾ മാതൃകയാക്കുന്ന ഈ ചിന്മയ വിദ്യാലയത്തിന് നേർക്കുമീതും ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും സഹായിക്കാൻ സാധിക്കട്ടെ. അതിനുള്ള ആരോഗ്യവും എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചിന്മയ മിഷൻ പോലുള്ള ഗ്ലോബൽ ഓർഗനൈസേഷന്റെ ചെറിയ പണിയാവാൻ സാധിച്ചതിൽ വളരെ അഭിമാനമുള്ള ഒരു നിമിഷമാണിത്. കാരണം അത്ര വലിയ ഒരു പുണ്യ പ്രവർത്തനമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, ചിന്മയ മിഷൻ ചെയ്തിരിക്കുന്നത്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ ഉദ്ഘാടകനായി എത്തിയ സ്വാമി വിവേകാനന്ദ സരസ്വതി, ചിന്മയ മിഷൻ കേരള മേധാവി, അതോടൊപ്പം ചിന്മയ മിഷന്റെ എഡ്യൂക്കേഷൻ സെല്ലിന്റെ ഹെഡിലാണ്. അദ്ദേഹം നമ്മുടെ സ്കൂളിനോട് കാട്ടുന്ന കരുതലും സ്നേഹവും വളരെ എടുത്തു പറയേണ്ടതാണ്. എപ്പോഴും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും സ്വാമിജി ഞങ്ങളോടൊപ്പം ഉണ്ട്, വേണ്ട ഗൈഡൻസ് എല്ലാം തരാറുണ്ട്. ഞാൻ സ്വാമിജിയെ ഈ മീറ്റിംഗിൽ എത്തിച്ചേരാൻ സാധിച്ചത് സ്വാമിജിയോടുള്ള ബഹുമാന പരിസരം നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി സുരേഷ് മോഹൻ സർ, സാറിന്റെ ലീഡർഷിപ്പിലാണ് ഈ സ്കൂളിന് ഉണ്ടാവുന്ന ഈ ഈച്ച് ആൻഡ് എവറി ഡെവലപ്മെന്റ്സിന് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. സാറിന്റെ ഗൈഡൻസോടുകൂടി സാറ് പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇന്ന് ഇവിടെ എത്തിപ്പെട്ട സാറിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ മുഖ്യാതിഥിയായി ആദ്യം ശ്രീ കുമ്മനം രാജശേഖരൻ സാർ ഇവിടെ എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ചില പേഴ്സണൽ പ്രോബ്ലം കാരണം അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല. എന്നാൽ കൂടി അതിനോടൊപ്പം തന്നെ നമ്മുടെ
ഡിസ്പോസൽ എന്നും നമുക്കൊരു പ്രോബ്ലം വരുന്നത്. സാധാരണ പിന്നെ അതിന് വലിയൊരു മാറ്റമാണ് ഉണ്ടായത്. ഇന്ന് ഇത് എത്തിച്ചേർന്ന ശിവരാജൻ സാറിന് ഞാൻ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് പ്രമുഖരായ വ്യക്തികള്, കൗൺസിലർമാര്, മറ്റ് പത്രപ്രവർത്തകരുണ്ട്, അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരുണ്ട്, നമ്മുടെ ടീച്ചിങ് അതുപോലെ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫുണ്ട്. എല്ലാവരോടും ഞാൻ അതീവമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം. ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.